കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവർ ആരെയും ബോദർ ചെയ്യാറില്ല. അവരുടെ ധാർഷ്ട്യം വെച്ചിട്ട് എന്ത് നിയമവിരുദ്ധമായ കാര്യങ്ങളും ചെയ്യാൻ അവർക്കുള്ള ഈ ഒരു ഗവൺമെന്റിന്റെ DNA അതില്ല. അങ്ങനെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആയിട്ട് നെഗറ്റീവായിട്ട് ചെയ്യാനൊരു പേടി. മറ്റേത് അങ്ങനെയല്ല. എന്താ പറയുക, ഒരു തഗ് റോൾ എടുക്കാനായിട്ട് ഉള്ളൊരു ക്യാരക്ടറുണ്ട്. ഇത് പറയുന്നതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാൽ പോലും അത് ആരെങ്കിലും പറയണ്ടേ. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനുള്ള 5 പ്രോബ്ലംസ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു തരാം. നമ്പർ 1, നേരത്തെ പറയുന്ന പോലുള്ള ഒരു സെൻട്രൽ സ്റ്റേറ്റ് കോഓപ്പറേഷനിലുണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. വളരെ ശക്തമായി ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി പറയുന്നത് കോൺഗ്രസ് മുക്ത് ഭാരത് എന്നാണ്. അപ്പം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയല്ല ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാരിന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് സതീശൻ സർക്കാരിന് കിട്ടുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് എനിക്ക് തോന്നുന്നു. അൺലെസ് ഹി യൂസസ് ഈ പറയുന്ന വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും BB ഗോകുമാർ എന്നൊക്കെ പറയുന്ന 3 ആളുകളുടെ ഒരു ഗുഡ് ഓഫീസ് ഒരു കൊളാബറേറ്റീവ് ആയിട്ട് ചെയ്താൽ അപ്പോഴത്തേക്കും സംഖ്യാലോചന ഡീല്. അപ്പോൾ ദാറ്റ് ഇസ് നമ്പർ 1, ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൻ്റെ. 2, ഈ പറയുന്ന വൈറ്റ് പേപ്പറിൽ കാണുന്ന 5 ലക്ഷം കോടിയുടെ ബാധ്യതയും അതിന് മുന്നോട്ട് പോകാനുള്ള പ്രയാസങ്ങൾ. 3, നമുക്ക് ഇന്ന് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും വരുന്ന വർക്ക് ഫോഴ്സ് ഇന്നില്ലാതെ അവിടെ ഡബിൾ എൻജിൻ സർക്കാരായി അവിടുത്തെ ഇൻഫ്രാ പുഷ് വരുന്നുണ്ട്. അവിടെ ഇന്ന് ഇവിടെ 1300 രൂപ ആണെങ്കിൽ അവിടെ 700 ഉള്ളെങ്കിൽ അവനത് മതി. കാരണം ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് തമ്മിൽ അവിടുത്തെ ശമ്പളം കുറവാണെങ്കിലും മാച്ച് ചെയ്യും. പിന്നെ കുടുംബത്തിനടുത്താണ്. 4, ഇന്ന് റെമിറ്റൻസ് ബുദ്ധിമുട്ടാകുന്ന സമയമാണ്. മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന പ്രോബ്ലം. ആ മിഡിൽ ഈസ്റ്റ് പ്രോബ്ലം അനുസരിച്ച് ഇവിടുത്തെ സർക്കാരിന് റെമിറ്റൻസ് വഴി ഉണ്ടാകുന്ന ഒരു കൺസംഷൻ, അതാണല്ലോ GST ഒക്കെ ഉണ്ടാകുന്ന ഒരു സാധനം. ഈ പറയുന്ന അതിനകത്തൊരു കുറവ് ഡെഫിനറ്റായിട്ടുണ്ടാകും. ഇതിനെല്ലാം പുറമെ ഗവർണൻസ് ബ്രേക്ക് ഡൗൺ, ഈ പരിചയക്കുറവ്, പലർക്കും ഒരു കറപ്റ്റ് പ്രാക്ടീസിൽ കൂടുതൽ നിൽക്കുന്നത് ഒരു UDF സർക്കാരാണെന്നൊക്കെ ഒരു ഇതുണ്ടെങ്കിലും അതൊക്കെ മാറ്റിമറിച്ചു. ആ ഒരു പേടി ആളുകൾക്ക്. പിന്നെ ഈ ഒരു ഗവൺനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആർജവം കാണിക്കുന്നത് കുറവാണ്. അപ്പോൾ ഈ 4-5 റീസൺസ് കൊണ്ട് കേരളത്തിൻ്റെ ചലഞ്ചസ് വളരെ ഹൈ ആണ് എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഇതെങ്ങനെ നമ്മൾ മറികടക്കും?